സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, സന്തോഷധ്വനിയിലൂടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയും കുട്ടികൾക്കു വേണ്ടിയും രോഗസൗഖ്യത്തിനു വേണ്ടിയും പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിച്ചിരുന്നു. ആ പ്രാർത്ഥനകൾ ശ്രവിച്ച എല്ലാവർക്കും അത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്നും ജീവിതത്തിന് ഗുണകരമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം അനുകൂലമായിരുന്നാലും ഏത് പ്രതികൂലാവസ്ഥയിലായിരുന്നാലും അതിനെ ധൈര്യപൂർവ്വം നേരിടുവാനും പക്ഷപാതമില്ലാത്ത കൃത്യതയുള്ള അച്ചടക്കത്തോടുകൂടി ഒരു ജീവിതശൈലിയും ആത്മീയ വളർച്ചയ്ക്ക് ദൈവത്തിലുള്ള ആശ്രയവും താങ്ങായി എപ്പോഴും നമ്മോടുകൂടെ ദൈവമുണ്ട് എന്നുള്ള വിശ്വാസവും നിങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെ നിങ്ങൾ ആത്മീയോന്നതി പ്രാപിക്കുകയും പുതുചൈതന്യമുള്ളവരായും തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്തീയ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥനകൾ ഏത് വിധമാണ്? എങ്ങനെയുള്ളതാണ്? നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം നിറവേറ്റേണ്ട ആവശ്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക പോലെയാണോ? പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നുവെന്ന് നോക്കാം. നിങ്ങളും ദൈവവും തമ്മിലുള്ള മനോഹരമായ അടുപ്പമുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഉദാഹരണങ്ങൾ വിശുദ്ധ ബൈബിളിൽ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ ഉണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിനായുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചത് കാണുവാൻ കഴിയുന്നു. ഈ വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ശ്രദ്ധ ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ശബ്ദത്തോടെ ഉച്ചരിക്കുന്ന പൊതുപ്രാർത്ഥനയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നു. അർത്ഥശൂന്യമായ അനാവശ്യമായ നീണ്ട പ്രാർത്ഥനയ്ക്കെതിരായും ഈ വാക്യങ്ങളിലൂടെ യേശു മുന്നറിയിപ്പ് നൽകുന്നു. ആത്മാർത്ഥമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക എന്നതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നൽകുന്ന പ്രധാന സന്ദേശം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ ശരിക്കും ധ്യാനിക്കുക. ഒരു പ്രാർത്ഥന പലതവണ ആവർത്തിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുക. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 5-ാം അധ്യായത്തിൽ വിശ്വാസികളോട് സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് യേശു എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ: യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, നല്ല ദാനങ്ങളെ നൽകുമെന്നും പറഞ്ഞിരിക്കുന്നു. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന വിശ്വാസമാണ് പ്രാർത്ഥനയുടെ ശക്തി. നമ്മുടെ ആവശ്യം എന്താണെന്ന് ദൈവത്തിന് അറിയാമെന്ന വിശ്വാസം. ഈ നിമിഷത്തിൽ നാം അത് തിരിച്ചറിയുന്നില്ലെങ്കിലും ദൈവം നമുക്ക് നല്ല കാര്യങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു.
എന്നാൽ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടനെ ഉത്തരം നൽകുമെന്ന് അർത്ഥമാക്കുന്നില്ല. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 11-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായുള്ള സംഭാഷണത്തിൽ വിശ്വാസത്തിൻ്റെയും ക്ഷമയുടെയും പ്രാധാന്യം പങ്കുവയ്ക്കുന്നു. മറ്റുള്ളവരുമായുള്ള സംഘർഷം അതേത് വിധത്തിലുള്ളതായാലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള പ്രശ്നം ആയേക്കാം. എന്നാൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമം ചേർത്തതുകൊണ്ട് അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണെന്ന് അർത്ഥമാക്കുന്നില്ല. യോഹന്നാൻ 14:13-14 വാക്യങ്ങളിൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ അഭ്യർത്ഥനകൾ യേശുവിൻ്റെ സ്വഭാവമായി പൊരുത്തപ്പെടണം. ഉദ്ദേശം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം. ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആരാധന. ദൈവത്തെ ആരാധിക്കുകയും ആത്മാവ്, മനസ്സ്, ഹൃദയം എന്നിവ കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുക. രണ്ടാമതായി മനസ്താപം. ചെറുതും വലുതുമായ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക. അടുത്തതായി ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുക. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളാണ് നാം ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുള്ളത്. അതിനാൽ നന്ദി പറയുക. ഇനി നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങൾക്കായി ദൈവത്തോട് അപേക്ഷിക്കുക. ക്രിസ്തീയ പ്രാർത്ഥനകൾ ഏത് വിധമാണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ദൈവം സംരക്ഷിക്കുകയും ആവശ്യങ്ങൾ നൽകി പെരുമാറാകുകയും ചെയ്യട്ടെ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. വർണ്ണശോഭയുള്ള ചൈതന്യമാർന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്രിസ്തുവിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ.